എൻ്റെ ഒരു രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ മക്കൾസിനെല്ലാം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നേരെ ഡ്യൂട്ടിക്ക് പോകും. ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് റൂമിൽ വരുമ്പം 10:30 ചിലപ്പം 10:45 ആവും. ഒരു ടൈം ആവും കേട്ടോ. അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡ്രസ്സ് വാഷ് ചെയ്യാനിടണം. വീട്ടിലെ ചെറിയ ചെറിയ ജോലികളെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം പെൻഡിങ്ങിലാണ്. അപ്പോൾ വന്നാൽ ഉടനെ വാഷ് ചെയ്തിട്ട് പിന്നെ ചെറിയൊരു കുഞ്ഞു മിറ്റമുണ്ട്. ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പൊടിക്കാറ്റടിക്കുന്നതുകൊണ്ടാണല്ലോ ഡെയിലി തൂക്കണം. അല്ലെങ്കിൽ നമുക്ക് പൊടിക്കാറ്റൊന്നും ഇല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ റെഡിയാക്കി തൂത്താൽ മതി കേട്ടോ. അങ്ങനെ മിറ്റം എല്ലാം കുഞ്ഞു മിറ്റമാണ് കേട്ടോ. അതെല്ലാം തൂത്തതിന് ശേഷം ഞാൻ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുവാണ്. ഞാൻ നാട്ടിൽ പോയതിനു ശേഷം എൻ്റെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ ഒന്നേന്ന് റെഡിയാക്കി എടുത്തതാണ്. എനിക്കാണെങ്കിൽ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കിഷ്ടമാണ്, എൻ്റെ ഉപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇവിടെ ആണെങ്കിൽ ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ ഒരു സംശയമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെടികൾ അങ്ങനെ അത്ര അങ്ങോട്ട് കിളിക്കുന്നില്ല. അങ്ങനെ ഞാൻ വെള്ളം മാറ്റിയിട്ട് പിന്നെ ഞാൻ സ്വീറ്റ് വാട്ടർ ആക്കി. സ്വീറ്റ് വാട്ടർ ആക്കിയപ്പം അലോവേര ഉൾപ്പെടെ ഉണ്ടല്ലോ പൂ പിടിച്ച് നിൽക്കുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ വന്നു. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് കുറേ നേരം ആലോചിച്ചു. അപ്പോഴാണ് കിഴങ്ങും പൂരിയാക്കാമെന്ന് എഴുതി കേട്ടോ. അബ്ദുള്ളയ്ക്കും മമാനുവിനും ഒക്കെ പൂരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആദ്യം കിഴങ്ങ് കറി അങ്ങ് റെഡിയാക്കി വെച്ചിരുന്നാൽ പിന്നെ പൂരി പെട്ടെന്ന് റെഡിയാക്കാമല്ലോ. അങ്ങനെ ഞാൻ വേഗം റെഡിയാക്കുവാണ്. കാരണം അപ്പൂസിന് എക്സാം ഓൾറെഡി സ്റ്റാർട്ടായി. അപ്പം അപ്പൂസിനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അബ്ദുള്ളേനെ എടുത്തിട്ട് ഷെഫി റൂമിൽ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുമാണ്. സ്കൂൾ കഴിഞ്ഞ് വരുമല്ലേ. ഇപ്പം മനുവിനാണെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒട്ടും വിശപ്പില്ല. ഭയങ്കര ടെൻഷനാണ്. കാരണം 10ാം ക്ലാസ് ആണല്ലോ. അങ്ങനെ ഞാൻ പൂരിയുടെ കറി റെഡിയാക്കി. പിന്നെ പൂരി റെഡിയാക്കുവാണ് കേട്ടോ. ഈ ഡ്യൂട്ടിയും റൂമിലെ ആ ഒരു ജോലിയും എല്ലാം കൂടെ ആകുമ്പോൾ ഒട്ടും ടൈമില്ല. ആ ഒരു ഇടയ്ക്കാണ് ഈ കുഞ്ഞു വ്ലോഗ്. കാരണം യൂട്യൂബിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഡെയിലി വ്ലോഗ് ഇട്ടുകൊണ്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഡെയിലി എടുക്കുന്നതാണ്. അങ്ങനെ ഞാൻ പൂരി റെഡിയാക്കുവാണ്. അങ്ങനെ പൂരി റെഡിയാക്കി വന്നപ്പോഴാണ് 2 പേരും വരുന്ന ടൈമായി കേട്ടോ. 2 പേരും ഞാൻ ഓൾറെഡി ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് 2 പേരും വരുമ്പം ഇവരെയാണെങ്കിൽ ഞാൻ ഡോർ തുറക്കുന്നതിന് മുന്നേ 2 പേരും വേഗം അകത്ത്. അപ്പോൾ എനിക്ക് 2നെയും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. 2 കണ്ണിന് കണ്ട അടിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ട്. 2 പേരും ഒരു സന്തോഷത്തോടുള്ള ഹാപ്പിയായിട്ട് പുറത്ത് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ 2 പേരെയും അകത്ത് കയറ്റി പിന്നെ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി കേട്ടോ. അങ്ങനെ അബ്ദുള്ളയ്ക്കും അപ്പൂസിനും ഒക്കെ ഫുഡ് കൊടുക്കുവാണ്. പൂരിയും കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂസ് പിന്നെ അബ്ദുള്ളയാണെങ്കിൽ കറിയൊന്നും കഴിക്കത്തില്ല. വെറും പൂരി മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ചായയൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.